പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കാരുണ്യവും സ്നേഹവും ചൈന്യവും ഓരോ നിമിഷവും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഇന്നേ ദിനം വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വിരുന്നാസ്വദിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ 2 വായനകളിലും വിരുന്നുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ ഭാവിയിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ഒരുക്കുവാൻ പോകുന്ന വിഭവസമർത്ഥമായ വിരുന്നിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ടയർ, സീദോൻ എന്നിവിടെ പുറപ്പെട്ട് ഗലീലി കടൽ തീരത്ത് വന്ന ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വചനം പ്രഘോഷിക്കുന്ന കർത്താവ് വചനപ്രഘോഷണം അവസാനിക്കുമ്പോൾ രോഗികളെ സുഖപ്പെടുത്തിയും അസ്വസ്ഥ ഹൃദയങ്ങളെ വീണ്ടെടുത്തും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ചൈതന്യവും പകർന്നുകൊടുത്ത അവരിനി വിശപ്പോടുകൂടി വീട്ടിലേക്ക് പോകാൻ പാടില്ലെന്നും ശാരീരികമായ തളർച്ച അവരെ അസ്വസ്ഥപ്പെടുത്തുമെന്നും അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തി അയക്കുവാൻ അവിടുന്ന് തിരുമനസ്സാണ്. ഓരോ ബലിയും വിരുന്നാണ്. തളർന്ന മനസ്സുകൾക്ക് സൗഖ്യം നൽകുവാൻ, ആനന്ദ തൈലത്താൽ നമ്മെ വീണ്ടും ശക്തിപ്പെടുത്തുവാൻ, ദൈവസ്തുതികളാൽ നമ്മുടെ അധരങ്ങളെ ഉയർത്തുവാൻ ഓരോ ബലിയിലും നമ്മെ അവിടുന്ന് വിളിക്കുന്നു. ഈ ബലി വഴിയായിട്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടുന്ന് നമ്മുടെ മേൽ തൻ്റെ കരുണ ചൊരിഞ്ഞ് നമ്മെ അവിടുന്ന് വീണ്ടെടുക്കും. ആത്മീയ ചൈതന്യമുള്ള വിരുന്ന് ഓരോ ബലിയിലും നമുക്ക് ലഭിക്കുന്നു. അവിടുത്തെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണവും പാനീയവുമായി നൽകിക്കൊണ്ട് നമ്മളുടെ ആത്മാവിനെയും ശരീരത്തെയും കുളിരേകി വിശുദ്ധീകരിക്കപ്പെടും. എല്ലാ മുറിവുകളും വേദനകളും അകറ്റി നമുക്കൊരുക്കുന്ന ഈ വിരുന്നിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപാവരം നമുക്ക് ലഭിക്കും. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.